ലൈംഗികാധിക്ഷേപ കേസിൽ കസ്റ്റഡിയിലായ ബോബി ചെമ്മണ്ണൂർ വീണ്ടും കോടതിയിലേക്ക്. ഇന്ന് വീണ്ടും ജാമ്യ ഹർജി നൽകും. നിലവിൽ കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് ബോബി ചെമ്മണ്ണൂർ. ഇന്ന് ജാമ്യ ഹർജി നൽകിയാലും ഇതിൽ തീരുമാനം വരാൻ ഒരാഴ്ചയെങ്കിലും വേണ്ടിവരും എന്നതാണ് അവിടെ നിന്നുള്ള വിവരം. ബിനിൽ തന്നെയാണ് ആ വാർത്തയുടെയും വിശദാംശങ്ങളുമായി ചേരുന്നത്. ബിനിൽ, ഇന്ന് ജാമ്യ ഹർജി നൽകാനും ഒരാഴ്ചയെങ്കിലും വേണ്ടിവരും എന്നത് എന്തുകൊണ്ടാണ്? ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങൾ ഏത് തരത്തിലാണ്? രതീഷ്, ബോബി ചെമ്മണ്ണൂർ ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്യാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഇന്ന് ടുഡേ മൂവിംഗ് ചെയ്ത്, അതായത് ഇന്ന് തന്നെ അടിയന്തരമായി കേൾക്കുന്ന ഹർജികളുടെ കൂട്ടത്തിൽ ഇത് ഉൾപ്പെടുത്തി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഈ ജാമ്യ ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ജാമ്യ ഹർജിയിൽ സർക്കാരിൻ്റെ വിശദീകരണം തേടി ആ വിശദീകരണം കോടതി മുമ്പാകെ എത്തുന്നതിനുള്ള ഒരു സാധാരണ സമയപരിധിയുണ്ട്. ആ സമയപരിധിക്ക് ശേഷം മാത്രമേ വിശദമായ വാദം നടക്കുകയുള്ളൂ. അതാണ് ബോബി ചെമ്മണ്ണൂരിന് മേലുള്ള വലിയ പ്രതിസന്ധി എന്നത്. അത്രയും കാലം ജയിലിൽ തുടരേണ്ടി വരും. വിശദമായി വാദം കേട്ട കോടതി സാധാരണ നിലയിൽ അന്ന് തന്നെയൊന്നും ഉത്തരവ് പറയാറില്ല. പിന്നീട് മറ്റൊരു ദിവസത്തേക്ക് ഉത്തരവ് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഒരു 4-5 ദിവസം ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിവരുമെന്ന കാര്യം തീർച്ചയാണ്. എന്തായാലും ബി രാമൻപിള്ളയെ പോലെ പ്രമുഖരായ അഭിഭാഷകരെ തന്നെയാണ് ഹൈക്കോടതിയിലും ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഇറങ്ങാൻ പോകുന്നത്. ഇന്ന് തന്നെ ആ ജാമ്യ ഹർജി കോടതിയുടെ മുന്നിലെത്തിക്കാനുള്ള തീവ്രമായ ശ്രമം ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജില്ലാ ജയിലിലാണ് റിമാൻഡിൽ കഴിയുന്നത്. എന്തായാലും ഈ ബോബിയെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി അല്ലെങ്കിൽ ആ ഉത്തരവ് ഒരു ഞെട്ടലുണ്ടാക്കുന്നത് തന്നെയാണ്. അവർ ജാമ്യം കിട്ടി പുറത്തു വരാം എന്നൊരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നലെ മുഴുവൻ ഉണ്ടായിരുന്നത്. പക്ഷേ വൈകിട്ടോടുകൂടി ആ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് വന്നതോടുകൂടി അവരാകെ തന്നെ ആശങ്കയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ജയിലിൽ തുടരുമ്പോൾ കൂടുതൽ പരാതികൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ വരാനുള്ള സാധ്യതയടക്കമാണ് അവർ മുന്നിൽ കാണുന്നത്. തീർച്ചയായിട്ടും ബിനിൽ, അതായത് രതീഷ്, ഇതിൽ നിയമം മാറിയിരിക്കുന്നു. നേരത്തെ ബിനിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. BNS വന്നു, ഭാരതീയ ന്യായ സംഹിത വന്നു കഴിഞ്ഞോടുകൂടി സെഷൻ കോടതിയിലേക്ക് മാത്രമേ ഇത് മുന്നോട്ട്, മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കിട്ടില്ല എന്ന് മാത്രമല്ല 14 ദിവസത്തെ റിമാൻഡിലേക്ക് പോകുമ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു, രക്തസമ്മർദ്ദം കുറയുന്നു എന്നൊക്കെയുള്ള രീതികൾ എടുത്തു. പക്ഷെ അതൊന്നും തന്നെ നടപ്പായിട്ടില്ല. അദ്ദേഹം ജയിലിലേക്ക് തന്നെ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടുഡേ പോകുന്ന രീതിയിലേക്ക് പെട്ടെന്നൊരു നീക്കം ഉണ്ടായാലും സമയമെടുക്കും. ഏതായാലും ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ ഇനി കോടതിയുടെ ഭാഗത്ത് എന്ത് തീരുമാനമുണ്ടാകുന്നു എന്നതിന് വേണ്ടി കാത്തിരിക്കാം.